ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട സ്ത്രീയുമായി പ്രണയത്തിലായ 80-കാരന് നഷ്ടമായത് 9 കോടി രൂപ. മുംബൈ സ്വദേശിയായ ഇദ്ദേഹത്തിൽ നിന്ന് 734 തവണകളിലായി പണം തട്ടിയെടുത്തതിന് പിന്നിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളാണെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. തൻ്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട ദുരവസ്ഥയിലാണ് 80-കാരൻ. ഏപ്രിൽ 2013-നും ജനുവരി 2025-നും ഇടയിലാണ് 734 ഇടപാടുകളും നടന്നത്. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നപ്പോൾ മരുമകളെയും മകൻ്റെയും കയ്യിൽ നിന്ന് പണം കടമായി വാങ്ങിയതോടെ മകന് തോന്നിയ സംശയമാണ് സംഭവം പോലീസിന്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. താൻ വലിയ തട്ടിപ്പിന് ഇരയായെന്ന യാഥാർത്ഥ്യമറിഞ്ഞ വൃദ്ധൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷർവി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. വയോധികൻ ഷർവിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചെങ്കിലും ഇത് സ്വീകരിക്കപ്പെട്ടില്ല. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഷർവി വയോധികന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. ഇവർ തമ്മിൽ മെസ്സഞ്ചറിൽ തുടങ്ങിയ സംസാരം വാട്സപ്പിലേക്ക് നീണ്ടു. താനൊരു വിവാഹമോചിതയാണെന്നും 2 മക്കളുടെ അമ്മയാണെന്നും പറഞ്ഞ ഷർവി ദുരിത ജീവിതത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയതോടെ വയോധികൻ്റെ മനസ്സുരുകി. കുട്ടികളുടെ രോഗം ചികിത്സിക്കാനെന്ന് പറഞ്ഞ പലതവണയായി ഷർവി വയോധികനിൽ നിന്ന് പണം വാങ്ങി. ഓരോ തവണയും പണത്തിനായി ഓരോ കാരണം പറഞ്ഞെങ്കിലും ലവലേശം സംശയിക്കാതെ വൃദ്ധൻ പണം അയച്ചു കൊടുത്തു. കവിത എന്ന പേരിൽ ഷർവിയുടെ സുഹൃത്തെന്ന് പരിചയപ്പെടുത്തി മറ്റൊരു നമ്പറിൽ നിന്ന് വയോധികന് സന്ദേശങ്ങൾ ലഭിച്ചു. അശ്ലീല ദൃശ്യങ്ങൾ ഉൾപ്പെട്ട ഈ ചാറ്റിന് പിന്നാലെ രോഗബാധയുള്ള കുഞ്ഞിൻ്റെ ചികിത്സയ്ക്കായി പണം വേണമെന്ന ആവശ്യമുയർന്നു. ഷർവിയെപ്പോലെ കവിതയ്ക്കും വയോധികൻ പണം നൽകി. ഷർവിയുടെ സഹോദരി എന്ന് പരിചയപ്പെടുത്തി രംഗപ്രവേശം ചെയ്ത ദിനസായിരുന്നു പിന്നീട് വന്ന കഥാപാത്രം. ഷർവി മരിച്ചുപോയെന്നും ആശുപത്രി ചെലവിന് പണമില്ലെന്നും പറഞ്ഞാണ് വയോധികനോട് ഈ പെൺകുട്ടി ധനാഭ്യർത്ഥന നടത്തിയത്. വ്യാജ വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് കണ്ട് സത്യമാണെന്ന് വിശ്വസിച്ച വൃദ്ധൻ പണം നൽകി. പണം തിരികെ നൽകണമെന്ന് ദിനസിനോട് ആവശ്യപ്പെട്ടപ്പോൾ താൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു വയോധികന് ലഭിച്ച മറുപടി. ഇക്കാലയളവിൽ 734 തവണകളായി 9 കോടിയോളം രൂപ തട്ടിപ്പ് സംഘത്തിന് വയോധികൻ അയച്ചു കൊടുത്തു. ഇതോടെ ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കാലിയായി. പിന്നെയും പണം ആവശ്യപ്പെട്ട സന്ദേശം ലഭിച്ചതോടെ മരുമകളോട് 2 ലക്ഷവും മകനോട് 5 ലക്ഷവും ഇദ്ദേഹം വായ്പയായി വാങ്ങി. സംശയം തോന്നിയ മകൻ അച്ഛനോട് വിവരങ്ങൾ ചോദിച്ചതോടെയാണ് സംഭവം പുറത്തായത്. പറ്റിക്കപ്പെട്ടെന്ന് അറിഞ്ഞതോടെ അവശനായ വൃദ്ധനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹം ഡിമെൻഷ്യ ബാധിതനാണെന്ന് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കി. ഓഗസ്റ്റ് 6-ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. വയോധികൻ പണമയച്ച അക്കൗണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 4 സ്ത്രീകളുടെ പേരുകളാണ് പോലീസിന് ലഭിച്ചതെങ്കിലും എല്ലാം ഒരാളായിരിക്കുമെന്ന നിഗമനത്തിലാണ് മുംബൈ പോലീസ്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.